ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഗാലക്സിയിലാണ്. നമ്മളെ വീഡിയോ ബസ്സിൻ്റെ ട്രിപ്പ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു കോളേജ് ട്രിപ്പ് പറയാം, +2ത്തെ കുറച്ച് പിള്ളേരും കൊണ്ടാണ്. ഇതാണ് ഗായ്സ് നമ്മളെ ഗാലക്സീൻ്റെ ഉള്ളിൽ. നല്ല TVS ഇതാണ്. മെല്ലെ ഡോറൊക്കെ അടച്ചിട്ട് വണ്ടി വണ്ടി റേസ് ചെയ്യുന്ന എടുത്തിട്ട് മെല്ലെ വണ്ടി എടുത്തിട്ട് നേരെ പിള്ളേരെ കൂട്ടാൻ പോവാ ഗായ്സ്. പിള്ളേരെ കൂട്ടിയിട്ട് വേണം വൈബടിച്ച് വണ്ടി ഇറക്കാൻ. ഏകദേശം ഒരു ബീച്ചിലേക്കാണ്, ഒരു പുതിയൊരു സ്ഥലമുണ്ട് ഗൈസ്, ഒരു ബീച്ചുണ്ട്, അങ്ങോട്ടാണ് നമ്മൾ പോണത്. പിള്ളേർ വരണമെന്ന് വെച്ചാൽ വണ്ടി കളറായിരിക്കണം, അതൊക്കെയാണ് പറഞ്ഞത്. വണ്ടി ഏതാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല, പക്ഷെ വണ്ടി കളറായിരിക്കണം. +1കാരുണ്ട്, ഒരു കൊമ്പലിലാണ് ഈ പോണേ. അപ്പം നമ്മളെന്ത് ചെയ്യുക, ഗാലക്സീനെ എടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗാലക്സീനെ ഇറക്കി, നല്ല പവർ ഗാലക്സീനെ നല്ല വർക്ക് ചെയ്ത വണ്ടി തന്നെ ഇറക്കാമെന്ന് പറഞ്ഞപ്പോൾ ഗാലക്സിക്കാരോട് ചോദിച്ചപ്പോൾ വണ്ടി സാധനം കിട്ടിയിട്ടുണ്ട്. ഇതൊരു ദിവസത്തെ വാടക എന്ന് വെച്ചാൽ ഏകദേശം 10,000 റുപ്പീസാണ്, 10,000 റുപ്യാണ് ഒരു ദിവസത്തെ വാടക ബസ്സിൻ്റെ. പിന്നെ ബസ്സിൻ്റെ മെയിൻ്റെനൻസ്, പെട്രോളിംഗ് ഒക്കെ അതൊക്കെ നമ്മളെ പൈസയിലാണ് പോവുക, അല്ലാണ്ട് അത് അവരൊന്നും കൂട്ടൂല, അതൊക്കെ നമ്മളെ പൈസയാണ് പോവുക. ഇപ്പോൾ ഫുൾ ടൈം പെട്രോളൊക്കെ അടിക്കണം എന്നുണ്ട്, പക്ഷെ പൈസ കുറച്ച് കുറവാണ്. സാറിൽ നമ്മൾ അടിച്ചിരിക്കും വണ്ടിയിൽ ഫുൾ ടൈം പെട്രോൾ. പിന്നെ പെട്രോൾ പമ്പ് കണ്ടാലേ അടിക്കാൻ പറ്റുള്ളൂ. നേരെ പിള്ളേരെ കൂട്ടുള്ള സ്ഥലത്തേക്ക് എത്തണം ഗൈസ്. വണ്ടി സീനാണ്, അതൊന്നും പറയാനില്ല. പവർ സാധനം അതൊന്നും നമുക്ക് വൈപ്പറാണ്. പിന്നെ ഇൻറ്റീരിയർ ഗ്ലാസ് നിങ്ങൾ കാണുകയായിരിക്കും, കുറച്ച് വലിപ്പക്കുറവുണ്ട്. അത് ഈ വണ്ടീൻ്റെ ഈ ബോഡീൻ്റെ ഒരു പ്രശ്നമാണ്, അത് നിങ്ങൾ കാര്യക്കണം. വണ്ടി പറക്കും, അതാണ് നമുക്ക് വേണ്ടേ, പിള്ളേർ സന്തോഷമാവുക. +1കാരെക്കാട്ടും പവർ വേണം നമ്മളെ ബസ്സിന്. ഇപ്പം എന്ത് ചെയ്യണോ, +1കാർക്ക് ഈ സ്ഥലത്തേക്ക് തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ രാവിലെ ഇപ്പം നമ്മൾ എത്തുന്ന സമയത്ത് അത് മുതൽ 1.5 മണിക്കൂർ വരെയാണ് നമ്മുടെ സമയം കഴിച്ച്. എന്നുവെച്ചാൽ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് വണ്ടി ചുറ്റി കറങ്ങാം, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. സർ എന്താ ഒന്ന് ലൈറ്റ് ഓഫ് ആയി, നമ്മൾ ഓഫാക്കിയാണ്, കാരണം ഇത്രയും വലിയ തിരക്കാണ് ഗൈസ്. ഇവിടെ ഫുള്ള് ഇപ്പോൾ തിരക്കാണ്, ബ്രേക്ക് പിടിച്ചാൽ വണ്ടി കിട്ടൂല. റോഡ് ഫുള്ള് ഇപ്പോൾ തിരക്കായിട്ടുണ്ട്. ബസ്സാണ് പിന്നെ നമ്മൾ കയ്യിലുള്ളത്, കാറൊക്കെ ഇനി എടുക്കൂടെ. വണ്ടിക്കാരെ നിർത്തിയിട്ടുണ്ടല്ലോ, ഹോണടി നമ്മൾ ഉറപ്പിക്കണമല്ലോ. ഇങ്ങോട്ട് എടുക്കാൻ പറ്റുമോ, വണ്ടി ഉണ്ടോ സൈഡിൽ? വണ്ടിയുണ്ട്. സൈഡിൽ കൂടെ എടുത്തോ. മെല്ലെ ഈ സൈഡ് ഇങ്ങനെ പിടിച്ചു പോവാം. അയ്യോ, ഈ സൈഡ് പോയോ, അങ്ങോട്ട് തന്നെ ഉണച്ചേക്കാം. വൺ വേ ആവുന്നുണ്ടെന്നാ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവേ. വണ്ടി സീന് ഫുൾ ബ്ലോക്കിലാണല്ലോ നമ്മൾ കിടക്കുന്നത്. ഈ വണ്ടിക്കാരൻ പോയോ, നമുക്കും ചവിട്ടി വിട്ടേക്കാം. ഹോണടി ആ വണ്ടി ചാമ്പിൻ്റെ അവിടെ. ആ വണ്ടിക്കാർക്ക് ബ്രേക്ക് കിട്ടിയില്ലാന്നാണ്. നമുക്ക് കുറച്ചും കൂടി ഉള്ളു കേസ് പിള്ളേരെ കൂട്ടെ, നമുക്ക് വേഗം എത്തണം കേസ്. കൊമ്പ വേറെ സൈഡിൽ കൂടെ, വേറെ അപ്പുറത്ത് ഷോർട്ട് കട്ട് വഴിയുണ്ട് കേസ് ആ ബീച്ചിലേക്ക്. അപ്പോൾ അത് കൂടെ ഒരു ഫസ്റ്റ് എത്തിയാൽ നമുക്ക് റേറ്റിംഗ് കുറച്ചേ അവർക്ക് തരുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നല്ല പറന്നടിച്ചിട്ട് പോകണം. എനിക്ക് ശരിക്കും ഒരു 1S ഒക്കെ എടുക്കാമെന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത്. പിന്നെ 1S നമ്മൾ ട്രിപ്പ് ഓടിയതാണ്, ട്രിപ്പിലാണ് ഇപ്പോഴും വണ്ടി, അതുകൊണ്ട് അതെടുക്കാനും നമുക്കൊന്ന് മനസ്സ് തോന്നിയ. പിന്നെ ഉള്ള ഒരു പൊട്ട 1S എന്ന് പറയാം, എന്ന് വെച്ചാൽ അത് ഫുൾ പൂപ്പലൊക്കെയാണ്. ആ വണ്ടിക്ക് അങ്ങനെ ഓട്ടമൊന്നുമില്ല, അതുകൊണ്ട് നല്ല ഡാമേജ് അതൊക്കെ വരുന്ന ബസ്സാണ്. നമ്മളെ വണ്ടി എവിടെയോ കൊണ്ട് ഞാൻ ചാമ്പിയല്ലോ. അതൊന്നും നമുക്ക് പ്രശ്നമില്ല, നമ്മൾ വളച്ചെടുക്കും ഗൈസ്, അതാണ്. ടൂർ പാക്കേജ് ഇത് അവിടെ നിന്നാണ് പിള്ളേരെടുത്തിരിക്കുന്നത് നമ്മളെ ബസ്സിന്. നമ്മൾ നേരെ വണ്ടി കൂടി കയറ്റും. ആദ്യം +2കാർ പോയിട്ടാണ് +1കാർ പോവുക. പക്ഷെ കൊമ്പൻകാർ ആദ്യം വന്നാൽ +1കാരെ ആദ്യം വിടും, പിന്നെ ഫുള്ള് ബ്ലോക്കാവും. ഈ കൂടെ എടുക്കാം, പുറത്ത് എന്തിനാ ഈ കൂടെ എടുക്കുന്നത്, നേരെ ചുറ്റിയെടുക്കാൻ, എന്തായാലും ചുറ്റിയെടുക്കാമല്ലേ. മക്കളെ വേഗം കയറി, നമുക്ക് ട്രിപ്പ് അടിച്ചിട്ട് തിരിച്ച് വരാനുള്ളതാണ്. വൈബടി ചങ്ങായിയെ,
അങ്ങനെ അറിയില്ലേ? യേശ് വണ്ടി ആക്സിലേറ്റർ കൊടുത്തിട്ടൊന്ന് പോവാത്തേ. വണ്ടിക്ക് പുള്ളിങ് കുറവാണ് യേശ്. പ്രശ്നമുണ്ട് അങ്ങനെ ഒരു പിന്നെ പണ്ട് പിള്ളേർ സീനാണ് യേശ്. പിള്ളേർക്ക് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അന്ന് പിന്നെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യാത്തോണ്ടാ. യേശ് പിന്നെ ഈ ബസ്സിന് പറയാമെന്ന് മാത്രം നല്ല വണ്ടി സ്റ്റിയറിങ് ടി വി എസ് നല്ല കമ്പനിക്കാണെന്ന് എനിക്കറിയാം. പക്ഷെ അശോക് ലേലാൻഡ് ഓടിച്ച് പരിചയമുള്ള അശോക് ലേലാൻഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നും വ്യത്യാസമുണ്ട്. കുറച്ച് ടൈറ്റൊക്കെ ഉണ്ട് സ്റ്റിയറിങ്ങിന്. പെട്രോളിൻ്റെ സ്ഥലം കിട്ടിയിട്ടുണ്ട്. പെട്രോൾ പമ്പ് ഉണ്ട്. എൻ്റെ ഡീസൽ കുറച്ച് ഡീസൽ അടിച്ചിട്ട് പോകാം. അതിൽ ഫുൾ ടാങ്ക് ഡീസൽ അങ്ങോട്ട് അടിക്കുക. ഒരു ഫുൾ ടാങ്ക് വേണ്ട, എന്നാലും കുറച്ച് അടിച്ചിട്ട് പോവാം. ഒരു 1485 ഉറുപ്പ്യക്ക് അടിച്ചിട്ടുണ്ട്. ഫുൾ ടാങ്ക് വേണ്ട, 1485 ഉറുപ്പ്യക്ക് അടിച്ചോ. 1485 ഉറുപ്പ്യക്ക് പെട്രോൾ അടിക്കാം. 64 ലിറ്റർ ഉണ്ട്. എന്നാലും അവിടെ പോയി വന്നിട്ട് പിന്നെ വണ്ടീൻ്റെ വാടക ക്യാഷ് അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കൂട്ടണം. 85 ഉറുപ്പ്യക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ബ്രോ. നല്ല വണ്ടി നല്ല പുള്ളിങ് പോയിക്കോളും ഗൈസ്. സ്പീഡുള്ള ഇതെന്താ വീണ്ടും മറ്റേത് വരുന്നേ. കുറച്ച് വണ്ടിക്ക് നല്ല ഡാമേജൊക്കെ വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ തന്നെ പ്രശ്നമുള്ളത്. ഇപ്പം ഒരു നോയ്സ് വന്നെങ്കിൽ സോറി, അത് ഞാൻ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. എന്നുവെച്ചാൽ ചെറിയൊരു എൻ്റെ റൂമിൽ നിന്നിട്ടാണ്. ഇപ്പോൾ എൻ്റെ അനിയത്തിക്ക് റൂം തുറന്നു, അപ്പം ഞാൻ അടച്ചതാണ്. എൻ്റെ സൗണ്ടാണ് കേട്ട്. വണ്ടി നല്ല സുഖമാണ് വണ്ടിയിൽ ഇരിക്കാൻ. ഞാൻ ആദ്യം പറയാം, വണ്ടി ഇരിക്കാൻ നല്ല സുന്ദരം. പക്ഷെ ഇത്രയും കാലം അശോക് ലേലാൻഡിൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ചിലവർക്കൊക്കെ ഉണ്ടാവും. ടി വി എസ് അങ്ങനെ ഓടിക്കാറൊന്നും ഇല്ല, കാരണം ടി വി എസിന് വണ്ടികൾ കുറവാണല്ലോ. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് അശോക് ലേലാൻഡിൻ്റെ ചേസ് നോക്കുന്നുണ്ട്. ചേസൊക്കെ കിട്ടി നമ്മൾ ഇറക്കുന്നതായിരിക്കും. ചെറിയ പ്രൈസിൻ്റെ ഒക്കെ ഉണ്ടാവില്ലേ ചേസുകൾ, അത് നമ്മൾ ഇറക്കും. പിന്നെ വണ്ടിക്ക് LED വർക്കാണെങ്കിലും ഫുൾ നല്ല പണിയിച്ചിറക്കിയൊരു വണ്ടിയാണ്. അത് ഞാൻ പറയാമല്ലോ, ഗാലക്സിയുടെ നല്ല പണിയിച്ചിറക്കിയിട്ട് നല്ല സൂപ്പറാണ്. പക്ഷെ വണ്ടി ഒരു രക്ഷയുമില്ലാത്ത വണ്ടിയാണ്. ഇപ്പം തന്നെ ചെറുതായിട്ട് ഇരുട്ടാവാനായി. ഞാൻ വൈകുന്നേരം ട്രിപ്പ് എടുത്ത്. അപ്പം നമുക്ക് രാത്രി ആകുമ്പോഴേക്ക് പിള്ളേർ വീട്ടിലെത്തിക്കണം, കോളേജിലെത്തിക്കണം, സ്കൂളിലെത്തിക്കണം ഗൈസ്. അതാണ് പറയാൻ തോന്നുന്നത്. ഇപ്പോൾ 4ാമത്തെ ഇയറിൽ ഇപ്പോൾ 5ാമത്തെ ഇയർ ഗൈസ് പഠിക്കണം. ഇപ്പോൾ പറക്കും. ഇൻഡിക്കേറ്റർ ഒക്കെ ഫുൾ വർക്കിംഗ് കണ്ടീഷനാണ് ഗൈസ്. ഒന്നും അങ്ങനെ കേടുന്നില്ല. കേടുണ്ടെങ്കിൽ തന്നെ ഒരു നല്ല സൂക്ഷിക്കേണ്ടതെന്ന് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഇപ്പോൾ നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന പല വണ്ടി ഉണ്ടാവുമല്ലോ, അതൊക്കെ ചിലതൊക്കെ കേടായി ഇങ്ങനെ കിടക്കും. എന്നുവെച്ചാൽ പല സാധനം അഴുക്കി അതൊക്കെ ഉണ്ടാവും. ഈ ബസ്സിന് അതൊക്കെ ഉണ്ടെന്ന് കരുതുന്നു, പക്ഷെ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് തരുള്ളൂ. ഗാലക്സിയുടെ വണ്ടി ആ വണ്ടിയാണ് ഈ ഒരു വണ്ടി. പിന്നെ മാപ്പ് ചെറുതായിട്ട് ലോഡാവുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ വരാം. അപ്പം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ സ്ഥലത്തേക്ക് എത്താനായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ഒരു റോഡുണ്ട്, അങ്ങോട്ടേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. മെല്ലെ ഇങ്ങനെ വളയ്ക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ട്രാവലറിൻ്റെ വീഡിയോസൊന്നും ഇല്ലേ? അപ്പോൾ ട്രാവലറൊക്കെ നമുക്ക് ഇറക്കാം. വെയിറ്റ് ആൻഡ് സീ യേഴ്സ്. വണ്ടിക്ക് പിന്നെ വണ്ടീൻ്റെ കളർ വർക്ക്, ഈ വണ്ടീൻ്റെ കളർ വർക്കൊക്കെ ചെയ്താൽ വേറെ ആരുമല്ല, അശ്വിനാണ്. ബ്രോയുടെ പിന്നെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ വീഡിയോസൊക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഇനി കുറച്ച് ഹൈ റേഞ്ച് പണിയുള്ള റോഡാണ്, ചെറിയ റോഡ്സാണ് ഇനി വരാൻ പോണത്. അതുകൊണ്ട് ചില സമയത്ത് മഴ പെയ്തു നാശം പിടിക്കുക.
ഇനി അവിടെ എത്തുമ്പോൾ ഫുൾ കടലിൽ വെള്ളത്തിലേക്ക് വൈപ്പറൊക്കെ ഓണാക്കിണ്ട്. ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണോ? വേണ്ട, ഇനിയും പൈസ പോകും, എന്നെക്കൊണ്ട് വയ്യേ. എന്തിനും മുടിഞ്ഞ പൈസയാണ്. ഒരു എത്ര ലിറ്ററിന് 83 ലിറ്ററുള്ള കുറച്ച് പൈസയ്ക്ക് നമ്മൾ അടിച്ചിട്ടുള്ളൂ. പക്ഷെ 1000 സംതിങ് രൂപ. ബസ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർ സമ്മതിക്കണം. ഇങ്ങോട്ടും ഇത് 1 വേ ആണ്. അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ ചുറ്റി വരേണ്ടി വരും, അത് പ്രശ്നമാണ്. ഇത് കൂടെ ഒക്കെ ബസ് ഓടിക്കാന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നവരില്ല, കുറച്ച് ടാസ്ക്കാണ് ഇത് കൂടെ ബസ് ഓടിക്കുന്നത്. നല്ല നീളമുള്ള സ്ലീപ്പർ ബസ്സുകാരൊക്കെ ഈ കൂടെ പോവും ഗൈസ്, കാരണം അവർക്ക് ആ വഴി കൂടെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഓരൊക്കെ ഈ വഴി കൂടെ പോണയാ. അപ്പോൾ നമ്മൾ ഓരെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഓരൊക്കെ കഷ്ടപ്പെടുന്നത് നമുക്ക് നല്ല മനസ്സിലാവും. കാരണം ആ ബസ്സൊക്കെ ഓടിക്കണമെങ്കിൽ ഒരു കഴിവ് തന്നെ വേണം. തട്ടുമോ? ലേസ് തട്ടിയില്ല. അതുകൊണ്ട് നേരെ എടുത്ത് ഇങ്ങോട്ട് വളക്കി. ഇനി ഇവിടെ വളവും ചെരുവാണ് സഹിക്കാൻ, പിന്നെ വീതി കുറവും. അപ്പോൾ സൈഡിലൊക്കെ തട്ടാണ്ട് വേണം വണ്ടി എടുക്കാൻ. ഇത് പിന്നെ ക്ലീനായിട്ട് എനിക്ക് ഒരു കൊണ്ടു കിടന്നതിന് മനസ്സിലാവും, കാരണം സ്ക്രാച്ചൊക്കെ കുറവാണ്. ഫ്രണ്ടിലൊരു വരയേ ഉള്ളൂ, അതേ ഉള്ളൂ. അത് ചിലപ്പോൾ ഇങ്ങനെ ബസ്സൊക്കെ അതുപോലത്തെ ചെറുതിലൊക്കെ വരച്ചപ്പം തട്ടിയേക്കും. എന്താ നമ്മൾ സ്ഥലം എന്താ അവിടെ എന്തായാലും എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തായാലും രാത്രിയാണ്, പാട്ടും കൂത്തും എല്ലാം ഇട്ട് വന്നേക്കുന്നത്. രാത്രി ആയപ്പോഴാണ് നമ്മൾ ഈ സ്ഥലത്തെ എത്തിയത്. നേരെ അങ്ങോട്ട് വളക്കട്ടെ, നേരെ അങ്ങോട്ട് ഒടിച്ച സൈഡിലേക്ക് അങ്ങോട്ട് കയറ്റിയേക്കാം. പിള്ളേരൊക്കെ കുറച്ച് അടിപൊളി വർക്കൊക്കെ ചെയ്ത പിള്ളേരാണ്. ഓരോ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീൻഷോട്ട് തന്നെ എടുക്കും. തമ്മിൽ അതിനുവേണ്ടി ഇവരൊക്കെ ഇറങ്ങിയിട്ട് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. നമുക്കും വേണ്ടേ കുറച്ച് എൻജോയ്മെൻറ്റ്. ഡിംപിളും ഇറങ്ങിയിട്ടുണ്ട്. മക്കളെ ഒന്ന് മാറിക്കേ ഗൈസ്, ഇവരെ വേഗം എത്തിക്കണം. കുറച്ചുകൂടെ നമുക്ക് ബസ് കുത്തിരിക്കാം ഗൈസ്. ഒരു ഇതപ്പം കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരെല്ലാം കയറുന്നുണ്ട്. വേഗം ബസ് എടുത്ത് വരെ സ്ഥലത്ത് എത്തിച്ചിട്ട് നമ്മൾ വീഡിയോ മൈൻഡപ്പ് ചെയ്ത് മുമ്പൊക്കെ പോയി. ബസ് ഇതാ മൈൻഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. വേറെ ചിലപ്പോൾ നമ്മൾ ഫുൾ വീഡിയോ വരെ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ വൈപ്പറൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഒക്കെ തീരും വണ്ടീൻ്റെ. നമ്മൾ അവിടെ എത്തുമ്പോൾ ബാറ്ററി എന്തായാലും കുറച്ച് ലോ ആയിരിക്കും, കാരണം ഈ ഫുൾ ലൈറ്റ് പാട്ട് കൂത്ത്. ഇവന്മാർ ഡാൻസ് കളിക്കുമ്പോൾ വണ്ടി എടുത്ത് കുലുങ്ങുമ്പോൾ വോയിസ് കൺട്രോൾ കിട്ടില്ല. ഇവന്മാർ കുലുങ്ങുണ്ട്. അതുകൊണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിട്ട് സ്റ്റിയറിങ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ മോനെ സ്റ്റിയറിങ് ഒന്ന് കൺട്രോൾ വണ്ടിയെ കൺട്രോൾ പോയി. കൺട്രോൾ പോയി. വണ്ടി ചവിട്ടിയിട്ട് അങ്ങോട്ട് ഇതിൻ്റെ പെഡലൊക്കെ നല്ല ടൈറ്റ്. എന്ന് വെച്ചാൽ ഓരൊക്കെ പതുക്കെയാണ് ഇതൊക്കെ ചവിട്ടുന്നത് നമുക്ക് മനസ്സിലാവും. പെഡലൊക്കെ നല്ല ചവിട്ട് ഇയാളെന്താ വണ്ടി എടുക്കാത്തത്? ഫുൾ ബ്ലോക്കായല്ലോ. അതിപ്പോൾ മെല്ലെ ഈ സൈഡിൽ കൂടെ. ചേട്ടാ ചേച്ചി, എനിക്കൊരു കുറച്ച് പണി വേണ്ടി വന്നു. അത് എന്താ ഇവന്മാർ 1 വേ ആയതുകൊണ്ട് ഓന്മാരുള്ള തർക്കേന് ഞാൻ ആദ്യം പോകും. അപ്പോൾ ബസ്സുകാരെ ഒറ്റ എടുക്കലാണ്. കാറുകാരെ ഇത് പോയിൻ്റെ കാറുകാരെ ഒറ്റ പിടിക്കലാണ്. ബാക്കിൽ പിടിച്ചുകൊണ്ടേ നിൽക്കുക. പിന്നെ ഈ വഴി നേരത്തെ വന്നതിനെക്കാട്ടും കുറച്ച് ചെറുതാണോന്ന് സംശയം. ഗൈസ്, ഈ വണ്ടിക്കാരൻ പതുക്കെയാണ് പോണെന്നാലും. വണ്ടി ചാടി കളിക്കുക അവിടുന്ന്. ഹോണൊക്കെ അടിച്ചു പോയ ചെറിയ ബൈക്കാരൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരും, പറയാൻ പറ്റൂല. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും പോകാൻ പറ്റൂല, ഇത്ര വലിയ ബസ്സുള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ എത്തിയാൽ തന്നെ നല്ല ബ്ലോക്കും ഉണ്ടാവും.
ഇവയ്ക്ക് പിന്നെ പേടിക്കണ്ട അവസ്ഥേരം അവിടെ കൊണ്ടിട്ടിച്ച് തരുന്നുണ്ട് നമുക്കും ഇങ്ങോട്ടാ ഇപ്പോൾ നമ്മളെ വണ്ടി എടുക്കേനി അപ്പോൾ വണ്ടിക്കാരൻ ബ്രേക്ക് ചവിട്ടിയിൽ ഇപ്പം ആക്സിഡൻ്റ് ആവുകയാണ് ഓഹ് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് യേശു ഒരു ബസ്സിന് പിടിച്ചാൽ വണ്ടി സ്ഥലത്ത് നിൽക്കണം എന്നില്ല അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് ബസ് യെസ് വണ്ടി പെട്ടെന്ന് ഓഫായിപ്പോയി പിന്നെ മനസ്സിലായി എൻ്റെ കൈയ്യെട്ടി വണ്ടീൻ്റെ ക്ലച്ച് അങ്ങോട്ട് ചാടിപ്പോയി ഇപ്പം എന്ത് ചെയ്ത് പെട്ടെന്ന് വണ്ടി ഓഫായതാണ് പിന്നെ ഗാലക്സിയാർ ഇതൊക്കെ കൊമ്പൻ്റെ ചിത്രോ എൻ്റെ മോനെ പ്രകാശിൻ്റെ ആ ലോഗോ ഒക്കെ ഉണ്ട് വണ്ടിക്ക് അയ്യോ നെക്സ്റ്റ് മാപ്പായി അപ്പം ഒന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മാപ്പ് ലോഡാവാൻ കുറച്ച് സമയം എടുത്താൽ അതൊന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി നമ്മൾ അങ്ങനെ നേരെ പറപ്പിച്ച് അത് കുറച്ചും കൂടി ഉള്ളു നമ്മളെ പിള്ളേരെ സ്ഥലത്തെ കൊമ്പങ്കാർ നമ്മൾ വിളിച്ചേ എടാ ഞങ്ങൾ എത്തിയിട്ടൊന്നുമില്ലേ ഞങ്ങൾ ഇതപ്പം എത്തിയിട്ടേ ഉള്ളൂ വണ്ടിയൊക്കെ ഒന്ന് തുടക്കിയാണെന്ന് അപ്പം ഞങ്ങൾ പറയും എടാ ഞങ്ങളിതാ ഇപ്പോൾ പിള്ളേരെ ഇറക്കാനുള്ള സ്ഥലം എത്താനായിന്ന് അപ്പോൾ ഒരു അന്തം വിട്ട് അപ്പോൾ എന്താ പറയുക ഒരു ചെയ്ത പൊട്ടത്തരം ആ വഴി കൂടെ ഇന്ന് സൺഡേ ആണ് പ്രത്യേകിച്ച് അപ്പോൾ ആ വഴി കൂടെ പോകുമ്പോൾ സീൻ ബ്ലോക്കാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് നേരെ മറ്റേ വഴി പിടിച്ചാൽ ആ വഴി ചെറിയൊരു വഴിയാണ് എന്നാലും ബസ്സിനൊക്കെ പോകാൻ പറ്റും പ്രോ ഡ്രൈവേഴ്സിന് അതിൽ പോകാൻ പറ്റുമോ ഓഫ് MBDക്കാർ എങ്ങോട്ടാ കയറ്റുന്നത് ഒരു നോക്കൊന്നുമില്ല ഓഫ് ജസ്റ്റ് മിസ്സിനാ പോട്ടെ അങ്ങോട്ട് ഇയാളെന്താ പോവാത്തേ എന്നൊക്കെ ഹോൺ അടിച്ച പിന്നെ ഗാലക്സി ഒരു കുടുങ്ങി പോവും വണ്ടിയൊക്കെ പിടിച്ച് ജയിലിട്ടാ വണ്ടിയുടെ പാത്തും കൂത്തൊക്കെ ഓഫ് ചെയ്താലോ എന്ന് ആലോചിക്കണേ വണ്ടീൻ്റെ വണ്ടി ഫുള്ള് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ആരും പറഞ്ഞാൽ നമ്മളെ വണ്ടി ഓഫ് ചെയ്തെന്ന് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ഓഫ് എംബിഡി ഞാൻ നോക്കാണ്ട് എടുത്തു വണ്ടി ഇപ്പം എന്തോ ഒരു തട്ടിച്ച് കഴിച്ചു നമ്മളെ വണ്ടിക്ക് സാരില്ല അവർക്ക് പ്രതികാരം കൊടുത്തോണ്ട് നമ്മൾ നേരെ വളച്ചതാ ബസ് സ്റ്റേഷനിലേക്ക് കയറ്റി വണ്ടി ചെറുതായിട്ട് മുങ്ങിപ്പോയി ചെറുതായിട്ടും തട്ടിപ്പോയി അതൊന്നും പ്രശ്നമില്ല നമുക്ക് ഗായ്സ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ +2കാർ കൊണ്ടുതാ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് നമ്മൾ ഗാലക്സിനെയും കൊണ്ടിട്ട് അപ്പോൾ ഗായ്സ് ഇതുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ സബ് ചെയ്യുക അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ എല്ലാവർക്കും ബൈ.